ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? കുറേ നാളായല്ലേ നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എല്ലാ സമയവും സന്ദർഭവും എല്ലാം റെഡിയായിട്ട് വന്നിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ഇത്രയും നീണ്ടു പോയത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയുക, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്നും ഒരു നോർമൽ ഒരു കട്ടായിരുന്നു. ആൻഡ് ഐ വാസ് നോട്ട് ദാറ്റ് ഹാപ്പി വിത്ത് ദാറ്റ്. സോ അതുകൊണ്ട് ഞാൻ വെച്ചു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റൈലിംഗ് ആണ്, പിന്നെ കുറച്ച് മോർണിംഗ് റുട്ടീൻ ഐറ്റംസും കുക്കിങ്ങും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പം നമുക്ക് രാവിലെ നടന്ന കുറച്ച് കുക്കിംഗ് വിശേഷങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എന്ത് ചെയ്തു, പുതിന അരച്ചിട്ടുള്ള ചമ്മന്തി, പുതിന, പിന്നെ കൊത്തമല്ലി, പിന്നെ നമ്മുടെ പൊട്ടുകടലെന്ന് പറഞ്ഞു കിട്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ തനി തമിഴ് സ്റ്റൈൽ ചട്നിയാണ് കേട്ടോ. നമുക്ക് ഇവിടെ തമിഴ്നാട്ടിലൊക്കെ ഉള്ള ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ചട്നിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ തേങ്ങയൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പൊട്ടുകടല അരച്ച് ചെയ്താൽ നല്ല തിക്നെസ്സായിട്ടും തോന്നും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി പൊട്ടുകടല വെച്ച് കൂടെ അരച്ച് ഈ ഒരു ചട്നി ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല പഞ്ഞി പോലെയുള്ള ദോശയായിരുന്നു. ഇന്നലെ അമ്മയും അച്ഛനൊക്കെ ഇത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമലി ഇവിടെ നമുക്ക് കിട്ടും, ഒരു 1 kg 2 kg അതുപോലെ നമുക്ക് മാവ് വാങ്ങിക്കാൻ കിട്ടും. ചില ID പോലത്തെ കമ്പനിയുടെയും നമ്മൾ വാങ്ങിക്കാറുണ്ട്. അല്ലാതെ നമുക്കിവിടെ അടുത്ത് തന്നെ ചില വീടുകളിൽ അവരിങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്താണ് കേട്ടോ. അപ്പോൾ നല്ലതേ കണ്ട അതിൻ്റെ ഗ്ലേസിംഗ് ഒക്കെ നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ടായിരുന്നു. ദോശ അടിപൊളി ദോശയായിരുന്നു. അപ്പോൾ അതൊക്കെ ആയപ്പോഴത്തേക്കും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ളത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത് വന്നിട്ട് ഉണക്കക്കൊഞ്ചാണ്. ഇത് ഏത് ബ്രാൻഡാണെന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ഇനി ഉടനെ ഞാൻ കാണിക്കുന്നുണ്ട് ആ ബ്രാൻഡിൻ്റെ പേര്. അപ്പം നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ, ഉണക്കക്കൊഞ്ച് ഇഷ്ടമാണെങ്കിൽ ആമസോണിൽ അവൈലബിൾ ആണ്, ആമസോൺ സൈറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്കത് വാങ്ങിക്കാട്ടോ. നല്ല വൃത്തിയാണ്. അപ്പോൾ ഇത് ഉണക്കക്കൊഞ്ച് ചമ്മന്തിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയും മുളകും ഉള്ളിയെല്ലാം ചെറുതായിട്ട് ഞാനൊന്ന് തീയിൽ കാണിച്ചൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ഉണക്കക്കൊഞ്ചും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. 2 രീതിയിൽ ചെയ്യാം. പച്ചയ്ക്കുള്ള ചെറിയുള്ളി ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേണമെങ്കിൽ അരച്ച് നമുക്ക് ഉരുട്ടിയെടുക്കില്ലേ, ആ രീതിയിലെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ പിരിന്ന് വരുന്ന രീതിയിലുള്ള ചമ്മന്തിയും ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി സെറ്റായിട്ടുണ്ട്. അടുത്തത് ചോറ്. അപ്പോൾ ചോറ് നമ്മൾ പൊന്നിയരിയാണ് ഇന്ന് എടുത്തത്. പൊന്നിയരി എനിക്ക് ആക്ച്വലി ഭയങ്കര ഫേവറേറ്റ് അല്ല, പക്ഷേ നമ്മൾ മേടിച്ചത് കുറച്ച് ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഇന്ന് പൊന്നിയരി എടുക്കാമെന്ന് വെച്ചു. അല്ലെങ്കിൽ അരി ഇരുന്ന് ചീത്തയായിപ്പോൾ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. പിന്നെ നമുക്ക് കുക്കറിലൊന്നും വെക്കേണ്ട, നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം, വേഗം വെന്ത് കിട്ടും. പക്ഷേ എനിക്ക് എന്തോ പൊന്നിയരി ഒട്ടും അങ്ങോട്ട് സെറ്റാവില്ല. ഒത്തിരി ചമ്മന്തിയൊക്കെ ഉള്ളപ്പോൾ മട്ട റൈസാണ് എനിക്ക് ഫേവറേറ്റ്. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ പൊന്നിയരി അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ലഞ്ച് അത്ര തൃപ്തികരമായിട്ട് തോന്നിയില്ല പൊന്നിയരി വെച്ച് കഴിച്ചിട്ട്. പിന്നെ ഇത് ബീൻസ് ഒരു വിഴുക്കുവരട്ടി. ബീൻസ് വിഴുക്കുവരട്ടിക്ക് ആക്ച്വലി ഇങ്ങനെ അല്ല അരിയുന്നത് കേട്ടോ. ഇന്നിപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്തതാണ്, കുറച്ച് ലേറ്റായി പോയായിരുന്നു. പിന്നെ ഇത് ഞാൻ മുളക് ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കാണ്. എന്തിനെന്നുള്ളത് വഴിയേ നമുക്ക് കാണാം. അപ്പം നമ്മളിതേ ഒരു പാൻ വെച്ചു, അതിനകത്തേക്ക് നല്ലെണ്ണ ഒഴിച്ചു, കടുകിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മളൊരു നല്ലൊരു കുടം വെളുത്തുള്ളി, അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് നീളത്തിൽ തന്നെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്തു. അതിലേക്ക് ഒരു 2 സ്പൂണോളം എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കാം. ഇത് വന്നിട്ട് കഴിഞ്ഞിട്ട് അമ്മ നാട്ടിൽ പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിന് നിറം നന്നായിട്ട് കിട്ടും, എന്നാൽ എരിവ് അധികം ഇല്ലേം താനും. അത് ചേർക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക, പിന്നെ ഉപ്പ് ചേർക്കുക. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. നല്ലെണ്ണ ഒഴിച്ചു, കടുകിട്ടു, പിന്നെ ഈ പൊടിയൊക്കെ ഇട്ടപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ എന്താണെന്ന്. യെസ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുളക് വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ, മുളക് അച്ചാർ. ഇത് ഞങ്ങളുടെ ഭയങ്കര ഫേവറേറ്റ്, എൻ്റെയും ശരത്തിൻ്റെയും ഫേവറേറ്റ് ഒരു ഐറ്റം ആയിരുന്നു. ബാംഗ്ലൂർ വെച്ച് ഞങ്ങളിത് തീരുമ്പോൾ ഉണ്ടാക്കും. കാരണം ഞങ്ങൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ സ്നാക്സ് എന്തുണ്ടാക്കിയാലും മെയിനായിട്ടും ഉഴുന്നുവടയ്ക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഉഴുന്നുവടയും മുളക് അച്ചാറും അടിപൊളി കോമ്പിനേഷൻ. എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം. ഞങ്ങളുടെ ഫ്രണ്ട്സ്, പിന്നെ എൻ്റെ ചേട്ടനൊക്കെ വന്നപ്പോഴത്തേക്കും, രാഹുൽ ചേട്ടനൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ മുളക് ഒന്നുകിൽ നിങ്ങൾക്ക് ഉപ്പിലിട്ട് വെച്ചിട്ട് ഒരു 5 days 6 days കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളവും ഉപ്പും ഇട്ടിട്ട് അതിനകത്തിട്ട് വേവിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം. അവസാനം കുറച്ച് സുർക്ക അല്ലെങ്കിൽ വിനീഗർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മുളകച്ചാർ റെഡിയാവും. പിന്നെ ഏത് അച്ചാർ ഉണ്ടാക്കിയാലും ഞാനൊരല്പം പഞ്ചസാര ചേർക്കും. ഇപ്പം ഞാൻ ചേർക്കുന്നത് ബ്രൗൺ ഷുഗറാണ് കേട്ടോ. ചേർത്ത് എന്നാൽ നമുക്ക് ആ എല്ലാ രുചിയും കൂടി ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് കിട്ടാനായിട്ട് ഒരല്പം പഞ്ചസാരയും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ മുളകച്ചാർ റെഡി ആയിട്ടുണ്ട്. എനിക്കിനി
വെയിറ്റ് ചെയ്യാൻ വയ്യ. ഞാൻ എത്രയും പെട്ടെന്ന് എന്തുണ്ടാക്കും, ഉഴുന്നുവട ഉണ്ടാക്കി അതിൻ്റെ കൂടി മുളകച്ചാറ് കൂട്ടി ഒരുപാട് നാളായിട്ടോ. കൺസീവ് ആയതിനു ശേഷം ഞാൻ പിന്നെ കഴിച്ചിട്ടില്ല ഇത്. കൺസീവ് ആയ സമയത്ത് ഒരുപാട് എരി കഴിച്ചുകൂടാത്തതുകൊണ്ട് അപ്പം സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ ഞാൻ കുറേ നാളായി, ഇപ്പോൾ ഈ ഇടയ്ക്കാണ് പോയപ്പോഴത്തേക്കും ഷോപ്പിൽ പോയപ്പോൾ നല്ല വലിയ മുളകിരിക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് കുറച്ചെടുത്തു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗ്സിലൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. നമുക്ക് ഉഴുന്നുവടയും മുളകച്ചാറും. അപ്പം ബാക്ക് ടു നമ്മുടെ എന്താ പറയുക, ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് സ്വാഗതം. അപ്പം കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ട് വന്നിരിക്കുകയാണ്. എനിക്കിന്ന് വർക്ക് ഉണ്ട്, സാറ്റർഡേ ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് പെട്ടെന്നൊരു എന്താ പറയുക, ക്വിക്കായിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ഓഫീസ്, അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓഫീസിൽ പോകാനായിട്ട് നോർമലി ഞാൻ ഇതിപ്പോൾ കുറച്ച് ലാഗ് ചെയ്ത് പതിയൊക്കെയാണ് റെഡി ആവുന്നത്. പക്ഷേ ഇങ്ങനെ അല്ലായിരിക്കും. നോർമലി ഞാനൊരു 8:15 ആകുമ്പോഴായിരിക്കും കിച്ചണിൽ നിന്ന് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ടപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും റെഡി ആവും. കാരണം 8:45 എനിക്ക് പോകണം, അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കണം. ഇതെല്ലാം ആകുമ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഹെയർ വന്നിട്ട് എനിക്ക് ഒരുപാട് മെസ്സി ആയിട്ടാണ് ഉള്ളതെങ്കിൽ ഞാനൊന്ന് സ്ട്രെയിറ്റ് ചെയ്യും. അതും പെട്ടെന്ന് സ്ട്രെയിറ്റ് ചെയ്തെടുക്കും കേട്ടോ. ഒരുപാട് സമയം എടുത്ത് അങ്ങനെയൊന്നും നോക്കില്ല. എനിക്ക് ജസ്റ്റ് ഒന്ന് മാനേജബിൾ ആവുന്ന രീതിയിൽ ഞാൻ വിചാരിക്കുന്നിടത്ത് എൻ്റെ മുടി നിൽക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രം ചെറുതായിട്ടൊന്ന് ഹീറ്റ് അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഓഫ്കോഴ്സ് നിങ്ങൾ മുടി വേണം എന്ന ആഗ്രഹമുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഹീറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സിറമോ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ മോർണിംഗ് തന്നെ സിറം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് കോതി വെച്ചത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാത്തത് കേട്ടോ. പിന്നെ ദേ ഇപ്പോൾ കണ്ടോ, ഒരു APJ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ പോലെ ഉണ്ടല്ലേ. അപ്പോൾ രണ്ട് സൈഡിൽ ഇപ്പം നിങ്ങൾ എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് സാധാരണ ഫോളോ ചെയ്യാറ്. എല്ലാ രീതിയിലും ഇട്ട് സ്ട്രെയിറ്റൻ ചെയ്യും. സെൻറ്റർ പാർട്ടീഷൻ എടുക്കും, സൈഡ് പാർട്ടീഷൻ എടുക്കും. എന്നിട്ട് നമ്മൾ എങ്ങോട്ടാണോ കോംബ് ചെയ്യണമെന്ന് വെച്ചാൽ ആ രീതിക്ക് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് ഫ്രണ്ട് ഏരിയ ഇങ്ങനെ ചപ്പി പോയില്ല. എല്ലാ സ്ഥലത്തേക്കും കണ്ടോ, ഇങ്ങനെ ഇട്ടിട്ട് തിരിച്ചിടുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് ഫ്രണ്ട് നല്ല ഒരു നടുക്കത്തെ ഏരിയ ഒട്ടും ഫ്ലാറ്റായി പോവാണ്ട് നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടില്ലേ, ആ രീതിക്ക് വേണമെങ്കിൽ നമുക്ക് എല്ലാ സൈഡിലേക്കും മുടി കിടക്കുന്ന രീതിയിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ സൈഡിൽ നിന്ന് ഫുൾ ഹെയർ ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ഒരേ സൈഡ് ഫുൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ബോയ് കട്ട് പോലെ ചെയ്തിട്ടില്ലേ, അതുപോലെ ആ ഏരിയ അങ്ങനെ തന്നെ വെച്ചിട്ട് മറ്റേ ഏരിയയിൽ ഫുൾ കവർ ഹെയർ ചെയ്യാനാണ് പതിവ്. ഇത് രണ്ട് സൈഡിലും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. റൈറ്റ് സൈഡിലും ചെയ്യാറുണ്ട്, ലെഫ്റ്റ് സൈഡിലും ചെയ്യാറുണ്ട്. സെൻറ്റർ പാർട്ടീഷൻ ഇടാറില്ല, കാരണം എനിക്ക് അതിനുള്ളൊരു ലെങ്ത് ആയിട്ടില്ല. ചെവിയുടെ താഴെ വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സെൻറ്റർ പാർട്ടീഷൻ ചെയ്തിട്ട് ഫ്രണ്ട് കുറച്ച് ചെറിയ രീതിയിലൊരു ലെയർ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം. ബിക്കോസ് ഞാൻ എൻ്റെ ഹെയർ വീണ്ടും വളർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ സൈഡ്സ് എപ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കും. ട്രിം ചെയ്തിട്ട് സെൻറ്ററിലുള്ള ഹെയർ മാത്രമേ ഇനിമേൽ വളർത്താമെന്ന് വിചാരിച്ചു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. സൺസ്ക്രീൻ ഉറപ്പായിട്ടും നമ്മൾ അപ്ലൈ ചെയ്യണം, എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം. അതിനുശേഷം ഞാൻ എൻ്റെ ഫേവറേറ്റ് ക്രയോലൻ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. കൺസീലർ ഫൗണ്ടേഷനാണ്. പെട്ടെന്ന് നമുക്ക് ഓഫീസ് ലുക്ക് ആണെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു ഈ ഒരു പ്രോഡക്റ്റ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വാങ്ങിക്കാം, ഞാൻ ഗ്യാരൻറ്റിയാണ്. അത്രയും നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. ഒരുപാട് ആ ഒരു നമ്മൾ പുട്ടി അടിച്ച പോലത്തെ ഒരു ഫീലൊന്നും വരത്തില്ല. പിന്നെ ഇതിനകത്ത് നിന്ന് ഒരെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ റെഗുലർ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ട്രിപ്പിനൊക്കെ പോകുമ്പോഴത്തേക്ക് എടുക്കുന്ന ഒരു ബാഗിൽ ഒരു ഷെയ്ഡ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, എൻ്റെ ഈ ചീക്കിലായിട്ട് ഒരു 2 മാർക്കുണ്ട്. അത് കണ്ടോ, എത്ര പെട്ടെന്ന് നമുക്ക് ജസ്റ്റ് വിതിൻ സെക്കൻഡ്സ് നമുക്കത് കൺസീൽ ചെയ്യാൻ പറ്റും. ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് ഓഫീസിൽ പോകുന്നവരാണ്, നമുക്ക് അല്ലെങ്കിൽ ഏത് ഫംഗ്ഷൻ ആയാലും നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് റെഡി ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കേണ്ട ഒരു പാലറ്റാണ് ഈ ഒരു ക്രയോളൻ പാലറ്റ് കേട്ടോ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണേ, 9 to 5 ഒരു കോമ്പാക്ട് പൗഡർ, ആൽമണ്ടാണ് എൻ്റെ കളർ കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അത് മീഡിയം ടു ഡാർക്ക് ടോണിന് കറക്റ്റായിട്ട് വരാറുണ്ട്. അതിനുശേഷം നമ്മൾ ഐലൈനർ, ഇതൊക്കെ വന്നിട്ട് നമ്മൾ പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്ന ഐടെക്സിൻ്റെ തന്നെയാണ്. ഇപ്പോൾ പലതും ഞാൻ വേറെ മേടിച്ചു, എന്നാലും എൻ്റെ ഫേവറേറ്റ് എപ്പോഴും നമ്മൾ പഴയ ഐടെക്സിൻ്റെ ഐലൈനറാണ് കേട്ടോ. അത് നല്ല അടിപൊളിയായിട്ട് വരാറുണ്ട്. ഒട്ടും സമയം എടുക്കുക, ഐലൈനറൊന്നും എനിക്ക് അത്ര സമയമേ എടുക്കാറില്ല. കാരണം ഞാൻ കണ്ണ് തുറന്നു വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് വരച്ചിട്ട് പോവും. ഇനി വരുന്ന പ്രോഡക്റ്റാണ് എനിക്ക് ഒരു റിവ്യൂ പറയാൻ. ഇനി വരുന്നതല്ല, ഇത് കഴിഞ്ഞിട്ട് വരുന്നത്. ഇത് വന്നിട്ട് ഒരു മസ്കാര ഞാൻ ആക്ച്വലി യൂസ് ചെയ്യാറില്ല. ബിക്കോസ് എനിക്ക് അങ്ങനെ ലാഷസ് ഇങ്ങനെ പൊങ്ങി വയ്ക്കണം അങ്ങനെയൊന്നുമില്ല. ഇന്നിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ട് ഒരു കംപ്ലീറ്റ് ആവാൻ വേണ്ടി മാത്രം ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ്. എനിക്കൊരു റിവ്യൂ തരാനുണ്ട്. വളരെ ഒരു എന്താ പറയുക, എനിക്കൊട്ടും തന്നെയും ഹാപ്പി അല്ലാത്തൊരു കാര്യമാണ്. ഈ മൈഗ്ലാമിൻ്റെ പ്രോഡക്റ്റ്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു.
നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ കണ്ണിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നുമേ വരുന്നില്ല. എന്താണ് റീസൺ എന്ന് എനിക്കറിയില്ല. അതേ കയ്യിൽ കണ്ടോ വരച്ചിട്ട് വരുന്നില്ല. പിന്നെ ശക്തിയായിട്ട് വരച്ചപ്പോൾ അതിൻ്റെ അറ്റം ഒടിഞ്ഞിട്ട് ഒരൊറ്റ സ്ട്രോക്ക് ഇപ്പോൾ നോക്കിക്കോണേ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കട്ടി കണ്ടോ, ഇതിപ്പോൾ കുറച്ച് ഒടിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് ചെയ്തപ്പോഴത്തേക്കും വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാനത് കണ്ണിലേക്ക് അപ്ലൈ ചെയ്തു, ഒന്നും തന്നെ വരുന്നില്ല. ദർ ഇസ് നോ കളർ, ഒന്നുമേ വരുന്നില്ല. എനിക്കറിയില്ല ഇനിയിപ്പോൾ എനിക്ക് വന്ന പ്രോഡക്റ്റ് മാത്രമാണോ ഇങ്ങനെയെന്ന്. പക്ഷേ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മാത്രമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ റിവ്യൂ ഞാൻ തരത്തില്ല. പക്ഷേ ഞാൻ ഇവരുടെ തന്നെ മൈഗ്ലാമിൻ്റെ തന്നെ ലിപ്സ്റ്റിക് അല്ല ആക്ച്വലി നമ്മുടെ ലിപ് കളറില്ലേ ജെല്ല്, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ ഇതിന് ശേഷം ലിപ്സ്റ്റിക്കിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും ഒട്ടും തന്നെ ക്വാളിറ്റി ഇല്ല എന്ന് പറയാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ആക്ച്വലി ആ ഒരു കളർ എടുത്തത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫെയ്ഡായി പോകുന്ന വാഷ് ഔട്ട് ആവുന്ന രീതിയിലുള്ളൊരു കളർ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ഡാർക്കർ ടോൺ, ഇതാണ് മൈഗ്ലാമിൻ്റെ ആ ഒരു ലിപ്സ്റ്റിക്ക് വരുന്നത്. ഇത് ഭയങ്കര ഓയിലി ടെക്സ്ചറാണ്, ഇടാനൊക്കെ ആപ്ലിക്കേഷനൊക്കെ വളരെ ഈസിയാണ്. പക്ഷേ നമ്മുടെ ചുണ്ട് ഭയങ്കരമായിട്ട് ഡാമേജ് ആവും കേട്ടോ. ഇതിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഓഫീസിൽ പോകുമ്പോൾ ഞാൻ 1-2 വട്ടം മാത്രമാണ് ഇത് യൂസ് ചെയ്തത്. ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഉടനെ തന്നെ അത് മാറ്റുകയും ചെയ്തു കേട്ടോ. ഐ എം നോട്ട് അറ്റ് ഓൾ ഹാപ്പി വിത്ത് ദിസ് പ്രോഡക്റ്റ്. മൈഗ്ലാമിൻ്റെ പ്രോഡക്റ്റ്സ് ഒന്നും തന്നെ എനിക്ക് സെറ്റ് ആകുന്നില്ല. ഇനി നിങ്ങൾക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ദാറ്റ്. അപ്പോൾ അതിനുശേഷം ഒരു പൊട്ടൊക്കെ തൊട്ടു. ഇതെൻ്റെ ഫേവറേറ്റ് കമ്മലാട്ടോ. എനിക്കൊന്ന് 30-40 രൂപയ്ക്ക് എന്തോ ഞാൻ ഇവിടെ ഒരു അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. എത്ര നാളായെന്നറിയോ വാങ്ങിച്ചപ്പോൾ തൊട്ടേ അത് അത്രയും ഒരുപാട് ഇഷ്ടമാണ്. ഇങ്ങനത്തെ ബ്ലാക്ക് മെറ്റലിൻ്റെ ആക്സസറീസ് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യുന്നത് ഇത് വന്നിട്ട് ഒരു കോളേഡ് ഒരു ടോപ്പല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും ഒരു നല്ലൊരു സ്റ്റഡും ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ തന്നെ ഒരു മാലയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കോളർ വരുമ്പോൾ നമ്മുടെ കഴുത്തിലേക്ക് കുറച്ചുകൂടി ചേർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് മാലയെ പറ്റി ആലോചിക്കാനേ പോണ്ട. പക്ഷേ ഇത് വന്നിട്ട് എൻ്റെ കഴുത്ത് കുറച്ച് കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ മാല ഇടാന്ന്. പക്ഷേ എനിക്ക് ലെങ്തി മാല ഇതിൻ്റെ കൂടെ ഇടുന്നത് വലിയ താല്പര്യമായിട്ട് തോന്നില്ല. പക്ഷേ ഐ ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ, അതുകൊണ്ട് ഞാൻ ഈ ഒരു ലോങ് ചെയിൻ ഇട്ടതാണ് കേട്ടോ. ഇത് വന്നിട്ട് ശരത്തിൻ്റെ ഒരു ഗിഫ്റ്റായിരുന്നു. എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട് വിതിൻ 2 years എന്തോ ഒരു വാലന്റൈൻസ് ഡേക്ക് എന്തോ ഹരി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ബൈ ദ വേ ഹരി ആൻഡ് ശരത്ത് ഒരാളാണ് കേട്ടോ. ഓക്കെ, ശരത്ത് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് ഹെയറിൻ്റെ ബാക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. അത് നമ്മളൊരു സൈഡിലേക്ക് നന്നായിട്ട് കോംബ് ചെയ്ത് വെച്ചിട്ട് ആവശ്യം തോന്നിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പ്രേ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എന്തിനാണ് കൗണ്ട് ചെയ്യുന്നതെന്ന് പറയട്ടെ. എൻ്റെ ഒരു വിശ്വാസമാണ്, ഞാൻ നന്നായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ ചെവി ഇങ്ങനെ മുമ്പോട്ട് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മയെ പോലെ ഇരിക്കുന്നു. പക്ഷേ വേറെ ആരും തന്നെ സമ്മതിക്കില്ല, കാരണം അമ്മ അടിപൊളിയാണ്. എൻ്റെ ചേച്ചി മെയിനായിട്ടും പറയും ഇല്ല നീ എന്തൊക്കെ ചെയ്താലും അമ്മയെ പോലെ ഇരിക്കലാണ്. പക്ഷേ എനിക്ക് എപ്പോഴും എൻ്റെ ഇങ്ങനെ അമ്മയ്ക്ക് നമ്മൾ ആനച്ചെവി എന്ന് പറയില്ലേ, അതുപോലത്തെ നല്ല വലിയ ചെവിയാണ്. അപ്പോൾ അതിങ്ങനെ മുന്നോട്ടേക്ക് വയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് അമ്മയെ പോലെ ഇരിക്കുന്ന പോലെ തോന്നും. അതെൻ്റെ ഒരു സന്തോഷം. അപ്പോൾ എല്ലാ വട്ടവും ഞാൻ ഇങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞിട്ട് കാതിങ്ങനെ വെച്ച് നോക്കും. ഇനി നമുക്ക് എന്താ ചെയ്യാം, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വേറൊരു രീതിയിൽ നമുക്ക് ഹെയർ കോംബ് ചെയ്യാൻ പറ്റുമെന്ന്, അതാട്ടോ കാണിക്കുന്നത്. നമ്മൾ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ജസ്റ്റ് കുറച്ചും കൂടി മാത്രം ഏത് സൈഡിലേക്കാണോ വേണ്ടത് ആ സൈഡിലേക്ക് ഇടുക. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് സ്റ്റൈലാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ. ഒരു സൈഡ് ഫുൾ ഇങ്ങനെ കട്ട് ചെയ്ത രീതിയിൽ കാണുന്നതാണോ അതോ ഇങ്ങനെ കാണുന്നതാണോ? ഇപ്പം ഞാനൊരു സൈഡ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ശരത്ത് അവിടെ നിൽപ്പുണ്ട്, ശരത്തിനോടൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡ് ട്രൈ ചെയ്യാം. ഇത് വന്നിട്ട് ഓപ്പോസിറ്റ് സൈഡാണ്. ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നില്ല നമ്മുടെ സൈഡ് എടുത്തിട്ടുണ്ടെന്ന് അറിയില്ല. കണ്ട ബാക്ക് സൈഡും എല്ലാം ക്ലീൻ ആയിട്ടിരിക്കും. പക്ഷേ ഒരു സ്കൂൾ കുട്ടി ഇമേജ് കിട്ടാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്, കാരണം എനിക്ക് ഓഫീസിൽ പോകുമ്പോൾ ഇത് കുറച്ചുകൂടി മാനേജബിൾ. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം ഡെനിമൊക്കെ ഇടുമ്പോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ബൈ.